അതിൽ മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് സംബന്ധിച്ചത് പ്രശസ്തനായ മോട്ടിവേഷണൽ സ്പീക്കർ മുനവ്വർ ജമായാണ്. അദ്ദേഹം ഹൈദരാബാദുകാരനാണ് എങ്കിലും ഇന്ത്യക്ക് പുറത്തും പല രാജ്യങ്ങളിലും പ്രശസ്തനുമാണ്. അദ്ദേഹം കുട്ടികൾക്ക് വളരെയധികം അർത്ഥസമ്പൂർണമായ, കുട്ടികളുടെ ഹൃദയം മാറ്റിമറിക്കപ്പെടുന്ന വിധത്തിലുള്ള 2 മണിക്കൂറിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോത്സാഹന, കുട്ടികളെ മേലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രത്യേകമായ മോട്ടിവേഷണൽ ക്ലാസ് അദ്ദേഹം നടത്തുകയാണ്. അതിൽ അദ്ദേഹം കുട്ടികളോട് എടുക്കണമെങ്കിൽ അത് ചെറുപ്പം മുതലിനെ നമ്മൾ പറയണത് എന്താണ്, ഒരു ചീത്ത കുട്ടി ഉണ്ടായാൽ മതി. കുറെ ആളുകൾ നന്നായി, അതിലൊരു ചീത്ത കുട്ടി ഉണ്ടെങ്കിൽ ആ ചീത്ത സ്വഭാവമുള്ള കുട്ടിയുമായിട്ട് ഇവൻ സഹവസിക്കുമ്പോൾ ഇവൻ വെടക്കാവുന്ന പറയുന്നത്. പക്ഷെ ഈ ചീത്ത സ്വഭാവമുള്ള കുട്ടി ഇവനാണെങ്കിലും നമ്മളുടെ മകനാണെങ്കിലും ഇത് ശ്രദ്ധിക്കണം. ചീത്ത സ്വഭാവം കുട്ടിയിൽ ഇല്ലാതിരിക്കണമെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദി ആരാണ്? സ്വന്തം ഉമ്മയും ഉപ്പയുമാണ്. ഈ കുട്ടി സ്വഭാവം ആർജിച്ചെടുക്കുന്നത് സ്വന്തം ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നുമാണ്. ഞാൻ ചുരുക്കി പറയാണ്, എല്ലാവരും വെറുക്കുന്ന അവസ്ഥയിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആള്, ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച ആള് ഒരു മധ്യവയസ്കനാകുമ്പോഴത്തേനും തന്നെ അവന്റെ കരള് പോയിട്ടുണ്ടാവും, അവന്റെ വൃക്കയ്ക്ക് കേടുവന്നിട്ടുണ്ടാവും, അവന് ജീവിക്കാൻ തന്നെ നല്ലപോലെ പറ്റാത്ത പല രോഗങ്ങൾക്കും അടിമയായി മാറിയിട്ടുണ്ടാവും. മാത്രമല്ല എല്ലാവർക്കും വെറുപ്പ്, വെറുപ്പ്, കുടുംബത്തുള്ള കുട്ടികൾക്ക് പോലും, അവന്റെ സ്വന്തം പെങ്ങന്മാർക്ക് പോലും ഒരു വിവാഹക്കാരും ശരിയാവില്ല, അവന്റെ കുടുംബത്തിലുള്ള മറ്റുള്ള കുട്ടികൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا نبينا شفيعنا حبيبنا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم. وصل على جميع الأنبياء المرسلين وعلى ملائكة الله المقربين وعلى عباده الصالحين. الحمد لله رب العالمين. الحمد لله. എനിക്ക് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഹൈദരാബാദിലെ ബഹുമാനപ്പെട്ട നമ്മുടെ ഷെയ്ഖുന സയ്യിദ് നൂരി ഷാ സാനി ജീലാനി ഖവ്വലല്ലാഹു ഉംറഹു വറഫഅ ദറജതഹു മഹാനവറുകളുടെ മേൽനോട്ടത്തിൽ നടത്തിപ്പോരുന്ന ഷെയ്ഖുന തങ്ങളുടെ ജാമിയായ ഹൈദരാബാദിലെ ജാമിയ ആരിഫിയ നൂരിയ സ്ഥാപനത്തിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു ഷെയ്ഖുനായുടെ മേൽനോട്ടത്തിലായി. അതില് മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് സംബന്ധിച്ചത് പ്രശസ്തനായ മോട്ടിവേഷണൽ സ്പീക്കർ മുനവ്വർ ജമായാണ്. അദ്ദേഹം ഹൈദരാബാദുകാരനാണ് എങ്കിലും ഇന്ത്യക്ക് പുറത്തും പല രാജ്യങ്ങളിലും പ്രശസ്തനുമാണ്. അദ്ദേഹം കുട്ടികൾക്ക് വളരെയധികം അർത്ഥസമ്പൂർണമായ, കുട്ടികളുടെ ഹൃദയം മാറ്റിമറിക്കപ്പെടുന്ന വിധത്തിലുള്ള 2 മണിക്കൂറിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോത്സാഹന, കുട്ടികളെ മേലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രത്യേകമായ മോട്ടിവേഷണൽ ക്ലാസ് അദ്ദേഹം നടത്തുകയാണ്. അതിൽ അദ്ദേഹം കുട്ടികളോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത്. അത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചു. കുട്ടികളുമായി സംവദിച്ചപ്പോൾ, കുട്ടികളുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്തപ്പോൾ, അദ്ദേഹം വിദ്യാർത്ഥികളുടെ വിജയത്തിനായി 4 കാര്യങ്ങൾ അവരുടെ മുന്നിൽ വെക്കുകയുണ്ടായി. ഒന്ന്, അദ്ദേഹം ഉറുദു ഭാഷയിൽ കുട്ടികളോട് സംവദിച്ചു. അദ്ദേഹം പറഞ്ഞു, 1 ഇറാദ, 2 ഇദാറ, 3 സുഹബത്ത്, 4 മെഹനത്ത്. ഈ 4 കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ഉണ്ടായാൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിജയത്തിലേക്ക്, ഉന്നതമായ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മഹാനവറുകൾ പറയുകയുണ്ടായി. അത് ഏതാണ്, എന്തൊക്കെയാണ് എന്നുള്ളത്
നമ്മളെ നാട്ടുകാർക്ക് ആ ഭാഷ മനസ്സിലാക്കാവാത്തവർക്ക് അവർക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ട് പറയുക. അദ്ദേഹം കുട്ടികളോട് 2 മണിക്കൂർ സംസാരിച്ചു. ആകർഷകമായിരുന്നു സംസാരം. ആ സംസാരം അവസാനിക്കുന്നത് വരെ കുട്ടികൾക്ക് എന്ത് ചെയ്തില്ല, അവർക്ക് ഒരു എന്താ പറയാ, കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, കുറച്ച് കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ മൂഡ് ഔട്ട്, കുട്ടികൾക്ക് പിന്നെ അതിൽ എഴുന്നേറ്റ് പോയാൽ മതി എന്നുണ്ടാവും. അങ്ങനെ ഒന്നും ഉണ്ടായില്ല. കുട്ടികൾ ആ ഒരേ ഇരിപ്പില് പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ ഉൾക്കൊണ്ടു. അവര് പറഞ്ഞ 4 കാര്യങ്ങൾ. ഒന്ന്, ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് ഇറാദയാണ്. ഇറാദ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശം, ഒരു ലക്ഷ്യം വേണം. ലക്ഷ്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് മുന്നേറാൻ സാധിക്കില്ല. വിദ്യാർത്ഥിക്ക് ആദ്യമായി വേണ്ടത് ലക്ഷ്യബോധമാണ്. ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, ഞാൻ എവിടെ എത്തണം. അതിലോ ഏത് പഠനമായാലും ആ പഠിതാവിന് എന്തിനു വേണ്ടി ഞാൻ പഠിക്കുന്നു എന്ന ലക്ഷ്യം ആദ്യം കാണണം. ഇപ്പൊ ഭൗതിക വിജ്ഞാനമാണെങ്കിലും അതില് അവൻ ആരാവണം, ഡോക്ടർ ആവണമെങ്കിൽ ഡോക്ടർ ആവാൻ അവൻ ഡോക്ടർ ആകണം. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയർ ആവണം. അല്ലെങ്കിൽ ഒരു CA കാരനാണെങ്കിൽ CA കാരനാവണം. ഇനി അല്ലെങ്കിൽ അധ്യാപകനാണെങ്കിൽ അധ്യാപകനാകണം. ഒരു ലക്ഷ്യബോധം ആദ്യം വിദ്യാർത്ഥിക്ക് ഉണ്ടാവണം. പ്രത്യേകമായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് നമ്മളെ നാട്ടുകാർക്ക് ഉപയോഗപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്റെ അടുത്തുനിന്ന് പുതുതായതുള്ളതൊന്നല്ല. ആ ലക്ഷ്യമാണ് ആദ്യം വേണ്ടത്. ഏതായാലും അത് പറഞ്ഞു കൊടുക്കാനൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനു വേണ്ടിയിട്ടുള്ള എന്താ പറയാ കോഴ്സുകളുണ്ട്. ഏത് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. അതിനു വേണ്ടി അല്ലെ, അതൊക്കെ ഉണ്ട്, സംഘടിപ്പിക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ ലക്ഷ്യമാണ് ഒന്ന്. രണ്ടാമത്തത് വേണ്ടത് ഇദാറയാണ്. ലക്ഷ്യം നന്നായാൽ മാത്രം പോരാ, ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം നമുക്ക് കിട്ടണം. അപ്പോ ആ സ്ഥാപനം കണ്ടെത്തുന്നുണ്ട്. നമ്മളെ ലക്ഷ്യപ്രാപ്തിക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആകുന്ന, ലഭ്യമാകുന്ന സ്ഥാപനം കണ്ടുപിടിക്കണം. ലക്ഷ്യമുണ്ട് ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിലാണ്ട് കയറി ചെല്ലുക, എവിടെയെങ്കിലുമൊക്കെ പഠിക്കുക എന്നുള്ളത് മാറ്റിയിട്ട് ഈ പഠിക്കാൻ സുഖകരമായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും എല്ലാവിധമായിട്ടുള്ള ടൂൾസുകളും എല്ലാ കാര്യങ്ങളും ലഭ്യമാകുന്ന ഒരു സ്ഥാപനം ഈ വിദ്യാർത്ഥിക്ക് ആവശ്യമാണ്. എന്നാലേ അദ്ദേഹത്തിന് പൂർണ്ണമായ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത് കൂടുതൽ രക്ഷിതാക്കൾക്കാണ് അതിന്റെ കടമ വരുന്നത്. ഈ കുട്ടിക്ക് ഒന്ന് ലക്ഷ്യമില്ലാത്ത കുട്ടിക്കാണെങ്കിൽ ആ കുട്ടിക്ക് ലക്ഷ്യബോധം കണ്ടെത്തിച്ചു കൊടുക്കുന്ന ആ ഒരു ഉത്തമമായിട്ടുള്ള ആ ഒരു പരിപാടി അത് രക്ഷിതാവിന്റെ കടമയാണ്. ആ ഒരു കർത്തവ്യം, ആ ഒരു ബാധ്യത രക്ഷിതാവിന്റെ അടുക്കലുള്ളത്. മറ്റൊന്ന് അധ്യാപകന്മാർക്കും അത് ബാധ്യതയുണ്ട്. എങ്ങനെയൊക്കെ പഠിപ്പിച്ചു വിട്ടാൽ പോരാ, അവർക്ക് അതിന്റെ ലക്ഷ്യബോധം പറഞ്ഞു കൊടുക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് അവനക്കനുസരിച്ചിട്ടുള്ള ഒരു ലക്ഷ്യബോധം, ഒരു ലക്ഷ്യം അവന് പറഞ്ഞു കൊടുക്കണം. ഇനി ഹയർ സെക്കൻഡറി കഴിഞ്ഞ കുട്ടികൾക്ക് അവനക്ക് വേണ്ടുന്ന ഒരു ലക്ഷ്യബോധം അവനക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഇദാറ എന്ന് പറഞ്ഞ ഈ എല്ലാ അതിനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്ന, അവൈലബിൾ ആകുന്ന നല്ലൊരു സ്ഥാപനം കണ്ടെത്തും. അതും ലഭിക്കും. ഇനി 2 ലഭിച്ചു, അതുകൊണ്ട് മാത്രം പോരാ. മൂന്നാമത് സ്വഹബത്ത്, അവന്റെ സഹവാസം നന്നാവണം. അവിടെയാണ് വലിയൊരു പോയിന്റ്. അദ്ദേഹം അതിനെ സംബന്ധിച്ച് കുറെ കൂടി സംസാരിക്കുകയുണ്ടായി. അതായത് സഹവാസം വല്ലാത്ത ഒരു വിഷയമാണ്. ഇവര് നല്ല ബുദ്ധിശക്തിയുണ്ട്, വൈഭവമുണ്ട്, അവനക്ക് എല്ലാവിധമായിട്ടുള്ള ഗ്രാഹ്യശക്തിയുണ്ട്, മുന്നേറാനുള്ള ലക്ഷ്യബോധമുണ്ട്, നല്ല സ്ഥാപനവും കിട്ടി, അവന് അതിന് സാധിക്കുന്ന വിധത്തിലുള്ള എല്ലാവിധമായിട്ടുള്ള യോഗ്യതകളും ഈ കുട്ടിക്കുണ്ട്. പക്ഷെ അത് മാത്രം ഉണ്ടായാൽ പോരാ, അവന്റെ കൂട്ടുകാരിൽ ഒരുത്തം കിടക്കായാൽ മതി, ഇവന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് അദ്ദേഹം പറയണ്ടായി. ഇത് നമ്മളെ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട കുട്ടികളുടെ വിഷയം. സഹവാസം നന്നായില്ലെങ്കിൽ ഇവന്റെ കൂട്ടുകാരാരാണ് എന്ന് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടി അത് ആൺകുട്ടിയാരോ പെൺകുട്ടിയാവട്ടെ,
ഇവര് ഏത് സന്ദർഭത്തിലാണ് കോളേജ്, ആ കോളേജിലേക്ക് എത്ര മണിക്കാണ് പോകേണ്ടത്, ഇവിടുന്ന് എത്ര മണിക്ക് പോയാലാണ് അവിടെ എത്ര ഈ റൈറ്റ് ടൈമിൽ എത്തുക, അതുപോലെ തന്നെ കോളേജിൽ നിന്ന് എപ്പോൾ വരുന്നു, ഇവിടേക്ക് എത്ര സമയം പിടിക്കും, ഇവിടേക്ക് എത്ര മണിക്ക് എത്തും, ഇതെല്ലാം രക്ഷിതാവിന് ധാരണ ഉണ്ടാവും. അവന്റെ കൂട്ടുകാരാരാണ്, അവന്റെ കൂട്ടുകാരി ആരാണെന്ന്, പെൺകുട്ടികളാണെങ്കിൽ അവരുടെ കൂട്ടുകാരി ആരാണ്, ഇതെല്ലാം മനസ്സിലാക്കണം. കൂട്ടുകാര് മോശമായാൽ എല്ലാം മോശമായി. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്ന ഒരു രക്ഷിതാവിന്റെയും ഒരു കുട്ടിയുടെയും ഒരു ചരിത്രം പറയുണ്ടായി. ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു അനുഭവം പറയുണ്ടായി. അതായത് ഒരു രക്ഷിതാവ് തന്റെ കുട്ടിയുമായിട്ട് വരാണ്. എന്റെ മോന് 10ാം ക്ലാസ്സിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു, ഹയർ സെക്കൻഡറിയിലും മാർക്ക് ഉണ്ടായിരുന്നു, നല്ല മാർക്കായിരുന്നു, പഠിച്ച് ഇന്നേ വരെ പഠിച്ച എല്ലായിടത്തും നിന്നുണ്ട്, നല്ല മാർക്കുള്ള മോനാണ്, നല്ല പഠിക്കുമായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഉഷാറായിരുന്നു. പക്ഷെ നല്ല സ്ഥാപനത്തിൽ ഞാൻ കാശ് ചെലവാക്കി നല്ല സ്ഥാപനത്തിലാണ് എൻ്റെ കുട്ടിയെ പഠിപ്പിച്ചത്. പക്ഷെ ആ കുട്ടി ഇപ്പോൾ വളരെ പിന്നോക്കായി പഠനത്തിൽ നിന്ന് മാത്രമല്ല, അവൻ വളരെ മോശമായ ദുശ്ശീലങ്ങൾ വരെ അവനുണ്ടായി. ഇതിൽ നിന്ന് എങ്ങനെ എൻ്റെ മകനെ രക്ഷപ്പെടുത്തും, അവനെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് കണ്ട് ഈ മോട്ടിവേഷണൽ സ്പീക്കർ എടുത്ത് മുനവ്വർ ജമാഅയുടെ അടുക്കിലേക്ക് ഈ കുട്ടിയുമായിട്ട് രക്ഷിതാവ് വന്ന ഒരു അനുഭവം അദ്ദേഹം വിവരിക്കേണ്ടായി. എന്നിട്ട് അദ്ദേഹം പറയാണ്, അത് ആ കുട്ടി കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടിയായിരുന്നു, പക്ഷെ ഈ സ്ഥാപനത്തില് ഇവൻ കൂട്ടുകൂടിയ ഒരുത്തൻ ആരായിരുന്നു? ഡ്രഗ്സിന് അടിമപ്പെട്ട ആളായിരുന്നു, മയക്കുമരുന്നിന് അടിമപ്പെട്ട ചെറുക്കനായിരുന്നു. അവനുമായിട്ടാണ് ഇവന്റെ കൂട്ടുകെട്ടുണ്ടായത്. അങ്ങനെ പതുക്കെ 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 അവൻ അവന്റെ ആളായി മാറുകയും അവനും മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ മയക്കുമരുന്നിട്ട് ഈ അധ്യാപകൻ പറയും, ഈ മോട്ടിവേഷണൽ സ്പീക്കർ പറയാണ്, ഈ മുനവ്വർ ജമാ എന്ന അദ്ദേഹം പറയാണ്, ഈ കുട്ടി അവിടെ നിൽക്കുമ്പോൾ തന്നെ കൈ ഇങ്ങനെ വിറക്കുന്നുണ്ട്. കാരണം അവന് കിട്ടേണ്ട മയക്കുമരുന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായി കിട്ടാത്തത് കാരണത്താൽ അവന്റെ ശരീരം പോലും വിറ തുടങ്ങിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ദുരവസ്ഥയിലേക്ക് ഈ നല്ല കുട്ടി, നല്ല പഠിക്കുന്ന കുട്ടി, നല്ല ബുദ്ധിശക്തിയും ഗ്രാഹ്യശക്തിയും ഒക്കെ ഉള്ള കുട്ടി, നല്ല യോഗ്യതയുള്ള കുട്ടി, അതിന് പറ്റുന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടി ഒന്നിനും പറ്റാത്ത അവസ്ഥയിലായി മാറി. ഞാൻ എന്ത് ചെയ്യുമെന്ന് കരഞ്ഞുകൂടി രക്ഷിതാവ് പറയാണ്. എന്താ ഉണ്ടായത്? ഒരുത്തന്റെ ഒപ്പം കൂടി അവൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവനാണ്. എന്നിട്ട് എന്തുണ്ടായത്? ആ കുട്ടിയുടെ കൂടെ ഇവൻ മാത്രമല്ല, ഏതെല്ലാം ആളുകൾ കൂടിയോ അവരെല്ലാം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്കായി മാറുകയുണ്ടായത്. ഇത് ചിലപ്പോൾ കുട്ടികൾക്ക് അത്ര വലിയ പ്രയാസം തോന്നില്ല, പക്ഷെ രക്ഷിതാക്കൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച്, മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജീവിതം മൊത്തം നഷ്ടപ്പെട്ടു പോയി. ആഖിറം മാത്രമല്ല, ദുനിയാവിലും ആർക്കും ഒന്നിനും പറ്റാത്ത അവസ്ഥയിലാവും. എല്ലാവരും വെറുക്കുന്ന അവസ്ഥയിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആള്, ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച ആള് ഒരു മധ്യവയസ്കനാവുമ്പോഴത്തേന് തന്നെ അവന്റെ കരള് പോയിട്ടുണ്ടാവും, അവന്റെ വൃക്കയ്ക്ക് കേടുവന്നിട്ടുണ്ടാവും, അവന് ജീവിക്കാൻ തന്നെ നല്ലപോലെ പറ്റാത്ത പല രോഗങ്ങൾക്കും അടിമയായി മാറിയിട്ടുണ്ടാവും. മാത്രമല്ല എല്ലാവർക്കും വെറുപ്പ്, വെറുപ്പ്, കുടുംബത്തുള്ള കുട്ടികൾക്ക് പോലും, അവന്റെ സ്വന്തം പെങ്ങന്മാർക്ക് പോലും ഒരു വിവാഹക്കാരും ശരിയാവില്ല. അവന്റെ കുടുംബത്തിലുള്ള മറ്റുള്ള കുട്ടികൾക്ക്, മറ്റുള്ള ആൺകുട്ടികൾക്ക്, യുവാക്കൾക്ക് വിവാഹക്കാരെ ഇവന്റെ കാരണത്താൽ മുടങ്ങുന്ന അവസ്ഥ. ഇവനെ കൊണ്ട് ഇജ്ജത്തുള്ള അഭിമാനമുള്ള ഉമ്മക്കും ബാപ്പയുടെയും ഉമ്മയുടെയും ബാപ്പയുടെയും അഭിമാനം നഷ്ടപ്പെട്ടു. അവർ നിന്ദ്യരായി മാറി ഈ ഒരൊറ്റ മനുഷ്യൻ കാരണം. എന്താ? ഡ്രഗ്സിന് അടിമപ്പെട്ടു. അവന്റെ ഭാവിയും ഒന്ന് തൊലഞ്ഞു. ഇവർക്ക് നല്ലൊരു വിവാഹകാരം കിട്ടൂല, നല്ലൊരു ജോലി കിട്ടൂല, ജോലി നല്ലപോലെ കൊണ്ടുനടക്കാൻ പറ്റൂല. മാത്രമല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവനില്ലാത്ത രോഗം ഉണ്ടാവും. ജീവിക്കുന്ന ശവം പോലെയായി മാറും ഈ ലോകത്ത്. പരലോകത്തത് പറയുമ്പോൾ കാലാകാലം മനസ്സിലാവുണ്ട. എന്തിനാണത്? അള്ളാഹു താല അവന് പുറത്തു കൊടുത്തില്ലെങ്കിൽ അവന് നരകത്തിൽ അള്ളാഹു താലന്റെ വലിയ അദാബിനവൻ അടിമപ്പെട്ടവനായി മാറും, അദാബിനവൻ പാത്രീഭൂതനായി മാറുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഈ ഡ്രഗ്സ് ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെയധികം ലളിതമായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞു. ഈ നമ്മൾക്ക് സാധാരണ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുക എന്താണ്? കൂടുതൽ നല്ലവരുള്ളോടത്ത് ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ഒരു ചീത്ത പ്രവർത്തിക്കുന്ന കുട്ടി ഉണ്ടാവുമ്പോൾ സാധാരണ നിലയ്ക്ക് ഈ കുട്ടി നന്നാവല്ല വേണ്ടത്. കാരണം കൂടുതൽ നല്ലവരല്ല ഉള്ളത്. അപ്പൊ ഈ ഒരു കുട്ടി നന്നാവല്ല വേണ്ടത് ഈ നല്ലവരൊപ്പം കൂടിയിട്ട് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കാറ് എന്നുള്ളതിന്
ഒരു ചെറിയ ഉദാഹരണം മൂപ്പര് പറഞ്ഞു. നല്ല പഴുത്ത മാങ്ങ ഒരു 20 മാങ്ങ നമ്മൾ വാങ്ങി. അതില് ഒരു മാങ്ങ അല്ലെങ്കിൽ 2-3 മാങ്ങ ചീഞ്ഞ മാങ്ങ, പഴുത്തിട്ട് ചീഞ്ഞ മാങ്ങ, കേടുവന്ന മാങ്ങയും വാങ്ങി. പഴുത്തിട്ട് വളരെയധികം പഴുത്ത് ചീഞ്ഞിക്കണത് എല്ലാം തൊലിയൊക്കെ തെച്ചെത്തി ഒരു പാത്രത്തിൽ തന്നെ എല്ലാതും മുറിച്ചിട്ടു. ഇതിനിടയിൽ ചീഞ്ഞ മാങ്ങകളും മുറിച്ചിട്ടു. അപ്പോഴെന്താ ഉണ്ടാവല്? 20 മാങ്ങ നല്ല മാങ്ങയാണ്, ആകെ 3 മാങ്ങയെ ചീഞ്ഞതുള്ളൂ. പക്ഷെ ശരിക്കുണ്ടാവേണ്ടത് എന്താണ്? ഈ 20 മാങ്ങ നല്ലതായത് ഈ ചീഞ്ഞ മാങ്ങ എന്നിട്ട് അതിന്റെ കൂടെ കൂടുമ്പോൾ ഇതിലേക്ക് അതിന്റെ വാസന വരികയും അല്ലെങ്കിൽ ഇത് അതിനോട് തൊട്ടുരുമി നിൽക്കുന്നത് കാരണത്താൽ ഈ ചീഞ്ഞ മാങ്ങകൾക്ക് നല്ല മാങ്ങയുടെ ഗുണം ഉണ്ടാവുകയാണ് വേണ്ടത്. അതിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് സ്പർശിക്കാൻ വേണ്ടത്. ഇന്ന് അങ്ങനെയല്ല ഉണ്ടാവാറ്. വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ശരിയല്ലേ? ആ ചീഞ്ഞ മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് തൊട്ടുരുമി നിൽക്കുന്ന എല്ലാതും പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഈ ചീഞ്ഞ മാങ്ങയുടെ ആ ഒരു എന്താ ഉണ്ടാവല്, ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവും. അത് തട്ടിയോടത്തൊക്കെ മാറിയിട്ടുണ്ടാവും, അത് ചുവ വ്യത്യാസം വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റു മാങ്ങകൾക്കും ഈ ചീഞ്ഞ മാങ്ങവുമായി ബന്ധപ്പെട്ട് കേടുവന്ന ആ മാങ്ങ കഷ്ണവുമായി ബന്ധപ്പെട്ട അതിലേക്കും അതിൻ്റെ ഒരു ഇത് വരും. അപ്പൊ ചീത്തത് എപ്പോഴും പെട്ടെന്ന് എന്താവും? മറ്റുള്ളതിലേക്ക് ഫലം ചെയ്യും. നല്ലത് ചീത്തതിലേക്ക് ഫലം ചെയ്ത് വളരെയധികം എന്താ പറയാ പ്രയാസകരമാണ്. അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ നമ്മള് ഒരു 20 ഗ്ലാസ് പാല് കൊടുത്ത് വെച്ചു, ഒരു പാത്രത്തിൽ വെച്ചു 20 ഗ്ലാസ് പാല്. അതിലേക്ക് ഒരു തുള്ളി മൂത്രയ്ക്കാൻ പോലെ പിന്നെ ആ പാല് കുടിക്കാൻ പറ്റൂല. അതാണ് സംഭവം. ഇത് വളരെ ശ്രദ്ധിക്കണം. സഹവാസം എന്നുള്ളത് പഠിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. എന്റെ ശബ്ദം കേൾക്കുന്ന കൊച്ചനുജന്മാർ, അനുജത്തിമാർ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ എല്ലാവരോടും പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞ അതേ ഉപദേശം തന്നെയാണ്. അതായത് നിങ്ങൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. നിങ്ങളെ കൂട്ടുകാർ നല്ലവരായിരിക്കണം, നിങ്ങളെ കൂട്ടുകാർ ബ്രൈറ്റ് ആയിരിക്കണം, നിങ്ങളെ കൂട്ടുകാർ നല്ല സ്വഭാവമുള്ളവരായിരിക്കണം, നല്ല ശൈലിയുള്ളവരായിരിക്കണം, നല്ല ജീവിത ശൈലിയും ജീവിത രീതിയും ഉള്ളവരായിരിക്കണം, അവിടെ സംസാരം നല്ലതായിരിക്കും, അവർ നല്ല പഠിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും, അല്ലെ? സൽ സ്വഭാവികളായിരിക്കും, അവർ നിസ്കരിക്കുന്നവരായിരിക്കണം, അവർ അള്ളാഹുവിനും അവന്റെ റസൂലിനും അനുസരിക്കുന്നവരായിരിക്കും. എങ്കിൽ നിങ്ങൾക്ക് ആ സ്വഭാവം നിങ്ങൾക്ക് പകരും. അതേ സ്ഥാനത്ത് നിങ്ങൾ എത്ര നല്ലവരുണ്ടെങ്കിലും ശരി, ഇതെല്ലാം ഈ നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു തെറി വിളിക്കുന്ന, ദേഷ്യം പിടിച്ചാൽ അനാവശ്യമായ തെറികൾ, അനാവശ്യമായ സംസാരങ്ങൾ സംസാരിക്കുന്ന, തെറി വിളിക്കുന്ന കുട്ടികളുമായി നിങ്ങൾ സാവസിച്ചാൽ കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളും ദേഷ്യം പിടിക്കുമ്പോൾ തെറി പറയാൻ തുടങ്ങും. അവൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരാണ്, നിങ്ങൾ അറിയാതെ ഡ്രഗ്സ് ഉപയോഗിച്ച് അതിന് അഡിക്റ്റായി മാറും. അവൻ നിസ്കാരം ഉപേക്ഷിക്കുന്നവരാണ്, നിങ്ങളും കുറച്ചു കാലം നിസ്കാരം ഉപേക്ഷിക്കുന്നവരായി മാറും. അവൻ കളവ് പറയുന്നവരാണ്, നിങ്ങളും അറിയാതെ കളവ് പറയുന്ന സ്വഭാവം നിങ്ങളിലേക്ക് വരാൻ സാധ്യത. അവൻ പഠനത്തിന് താല്പര്യമില്ലാത്തവരാണ്, നിങ്ങൾക്കും ആ താല്പര്യം. അവന് എന്തിനാണോ താല്പര്യം ആ താല്പര്യം നിങ്ങൾക്കും വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഏറ്റവും വളരെയധികം എന്താ പറയാ മസ്റ്റാണ് എന്ത്, കൂട്ടുകാരൻ നന്നാകും. നല്ല ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ അവിടെയുള്ള നല്ല കൂട്ടുകാർ നല്ലവരാരാണോ, നല്ലത് സംസാരിക്കുന്നവരാരാണോ, പഠിക്കാൻ താല്പര്യമുള്ളവരാണോ, പഠിക്കാൻ താല്പര്യപ്പെടുത്തുന്നവരാരാണോ, കുഴപ്പങ്ങൾക്കും അടിപിടിയിലേക്കൊന്നും ഇല്ലാത്തവരാരാണോ, റാഗിങ്ങിനൊന്നും കൂടാത്തവരാരാണോ, അവരുടെ കൂടെ കൂടാൻ. എന്നാൽ നിങ്ങൾക്ക് നന്നാവാം, നിങ്ങൾ പഠിക്കാൻ ഉഷാറായി, നിങ്ങളെ അവർ പഠനത്തിൽ സഹായിക്കും. പഠനത്തിൽ നിന്ന് പിന്നോക്കം വരുന്ന എന്തെങ്കിലും ഒരു ശീലം, ദുശീലം ഏതെങ്കിലും ഒരു ആളിലുണ്ടെങ്കിൽ, ഒരു കൂട്ടുകാരിലുണ്ടെങ്കിൽ ആ കൂട്ടുകാരനെ തൽക്കാലത്തിന് അവന് മാറി നല്ല കൂട്ടുകാരൻ തെരഞ്ഞെടുക്കും. എന്നിട്ട് അവൻ നിന്റെ അടുക്കൽ വരാണെങ്കിൽ അവൻ ഉപദേശിച്ച് നേരാക്കണം. അല്ലാതെ അവനക്കനുസരിച്ച് നിന്നു കൊടുക്കരുത്, അവൻ ഉപദേശിച്ച് നേരാക്കാൻ നോക്കണം. അല്ലാതെ അവനക്കനുസരിച്ച് അവൻ അങ്ങനെയാണ് അതിനനുസരിച്ച് സപ്പോർട്ട് നിന്ന നീയും അതേപോലെയാവും. അതേസ്ഥാനം നീ ഉപദേശിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നിലും അവൻ എന്നെ വിട്ടുപോകും, അല്ലെങ്കിൽ അവൻ നേരം. അപ്പൊ സുഹബത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് സുഹബത്ത്, സഹവാസം. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം. അപ്പൊ എത്ര കാര്യം പറഞ്ഞു? ഒന്ന്, അവന്റെ ലക്ഷ്യബോധം, അവനക്ക് ലക്ഷ്യബോധം ഉണ്ടാവണം. 2, അവന് നല്ലൊരു സ്ഥാപനം
അതിന് സാധിക്കുന്ന അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സുഖകരമായ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആകുന്ന ഒരു സ്ഥാപനം അവനുണ്ടാവണം. മൂന്നാമത്തേത്, ആ സ്ഥാപനത്തിൽ നല്ല കൂട്ടുകാരായിരിക്കണം. പുറത്തായാലും അവന്റെ കൂട്ടുകെട്ട് നല്ലതായിരിക്കും, നല്ലവരായിട്ട് സഹവസിക്കും. നാലാമത്തേത് പറഞ്ഞത് മെഹനത്താണ്. മെഹനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം പോരാ, അധ്വാനിക്കണം. നല്ല കൂട്ടുകാരെ കിട്ടി, നല്ല ലക്ഷ്യബോധം ഉണ്ട്, പിന്നെന്തുണ്ട്, നല്ല സ്ഥാപനം കിട്ടി, നല്ല കൂട്ടുകാരെയും കിട്ടി, അൽഹംദുലില്ലാ. എന്നിട്ട് അവൻ അങ്ങനെ അവന്റെ പാട്ടിന് പോയാൽ പോരാ, എനിക്ക് നല്ല കൂട്ടുകാരുണ്ട്, നല്ല സ്ഥാപനത്തിലായി ഗമ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവൻ സ്വന്തം പരിശ്രമിക്കണം. എല്ലാവരെക്കാൾ എനിക്ക് ഉയരണം എന്നുള്ള ആഗ്രഹത്തിൽ, അത്യാഗ്രഹത്തിൽ പരിശ്രമവും ഇവൻ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നല്ലൊരു പൊസിഷനിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കൂ. അതും ആവശ്യമാണ്. ഇതിനെല്ലാം പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്സ് കൂടി അദ്ദേഹം പറയുണ്ടായി. പാരന്റിങ്ങിനെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ടായി. കുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ തെരഞ്ഞെടുക്കണമെങ്കിൽ അത് ചെറുപ്പം മുതലിനെ കുട്ടി നമ്മൾ പറയണ എന്താണ്, ഒരു ചീത്ത കുട്ടി ഉണ്ടായാൽ മതി. കുറെ ആളുകൾ നന്നായി, അതിലൊരു ചീത്ത കുട്ടി ഉണ്ടെങ്കിൽ ആ ചീത്ത സ്വഭാവമുള്ള കുട്ടിയുമായിട്ട് ഇവൻ സഹവസിക്കുമ്പോൾ ഇവൻ കിടക്കാവുന്ന പറയുന്നു. പക്ഷെ ഈ ചീത്ത സ്വഭാവമുള്ള കുട്ടി ഇവനാണെങ്കിലും നമ്മളുടെ മകനാണെങ്കിലും ശ്രദ്ധിക്കണം. ചീത്ത സ്വഭാവം കുട്ടിയിൽ ഇല്ലാതിരിക്കണമെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദി ആരാണ്? സ്വന്തം ഉമ്മയും ഉപ്പയുമാണ്. ഈ കുട്ടി സ്വഭാവം ആർജിച്ചെടുക്കുന്നത് സ്വന്തം ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നുമാണ്. ഞാൻ ചുരുക്കി പറയാണ്, വളരെ ബൃഹത്തായ ക്ലാസ്സാണ് നടത്തുന്നത്. ചുരുക്കി പറയാണ്, ഉമ്മയാണ് ശരിയാവേണ്ടത്. ഉദാഹരണമായി, ഉമ്മ കളവ് പറയുന്ന ആളാണെങ്കിൽ ചെറുപ്പം മുതലേ കുട്ടി ഇങ്ങനെ വീക്ഷിക്കും, അവരും കളവ് പറയാൻ തുടങ്ങും. കാരണം ഇവന്റെ ആദ്യത്തെ വിദ്യാലയം സ്വന്തം മാതാവാണ്, ഉമ്മയാണ്. ഉമ്മയുടെ മടിത്തട്ടിൽ നിന്നാണ് ഇവൻ വളർന്നു വരുന്നത്. ആ ഉമ്മയുടെ മടിത്തട്ടാണ് ആദ്യത്തെ വിദ്യാലയം, സ്കൂള് അല്ലെങ്കിൽ മദ്രസ. ഉമ്മയുടെ മടിത്തട്ട്. ഉസ്താദിന് മദ്രസയിൽ നിന്ന് ഉപദേശിക്കാനേ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഉമ്മ നേരാണെങ്കിൽ കുട്ടി നേരാവും. ഉസ്താദ് വടക്കാണെങ്കിൽ ഉമ്മ നേരാണെങ്കിൽ കുട്ടി നേരാവും. ഉസ്താദിന്റെ തെറ്റ് ഈ ശിഷ്യൻ തിരുത്തി കൊടുക്കും. ഉപ്പയും നേരാവണം. ഉമ്മ ആളുകളുടെ വെച്ചും കണ്ട് ഒഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലത്തെ അവരുടെ ദീപത്ത് പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് ഇവരുടെ പരദൂഷണം പറഞ്ഞ് ഇങ്ങനെ പരദൂഷണം പറയുന്ന സ്വഭാവമാണെങ്കിൽ ഇവനും എന്താവും, ഈ കുട്ടിയും എന്താവും, അതേപോലെ പരദൂഷണം പറയുന്ന സ്വഭാവം ഉണ്ടായി. ഉപ്പ എപ്പോഴും തർക്കിക്കുകയും തെറി പറയുകയും ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മ എപ്പോഴും തർക്കിക്കുകയും തെറി പറയുന്ന ആളാണ്, ഈ കുട്ടിക്കും അതുണ്ടാവും. ഉമ്മ നിസ്കരിക്കാത്ത ആളാണ്, ഉപ്പ നിസ്കരിക്കാത്ത ആളാണ്, അല്ലെങ്കിൽ ഓതാത്ത ആളാണ്. കുട്ടിയോട് എത്ര ഓതാൻ പറഞ്ഞാലും നിസ്കരിക്കാൻ പറഞ്ഞ കുട്ടിക്ക് ഈ സ്വഭാവം ഉണ്ടാകും. റയറായിട്ട്, വളരെ വിരളമായിട്ട് അള്ളാഹു ചിലവരെ തെരഞ്ഞെടുക്കും, അവരുടെ കൽബിൽ നൂറ്റ് കൊടുത്ത് അങ്ങനെ നേരാവണവരുണ്ടാവാം, ഇല്ല എന്നല്ല, പൊതുവെ ഇങ്ങനെ പോകും. അപ്പൊ തന്റെ കുട്ടി നല്ലൊരു ഭൗതിക രംഗത്തായാലും ശരി, ആത്മീയ രംഗത്തായാലും ഏത് രംഗത്തും നല്ലൊരു പൊസിഷനിലെത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മാതാവ് ആദ്യം ചെയ്യേണ്ടത് തന്നെ സംസ്കരിച്ചെടുക്കലാണ്, തന്റെ സ്വഭാവം നന്നാക്കലാണ്. തന്നിൽ അതുവരെ എന്തെങ്കിലും ദുസ്വഭാവം ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞു, സന്താനം ഉണ്ടായി, ഇനി ആ ദുസ്വഭാവമൊക്കെ മാറ്റം ദൃഢനിശ്ചയം ചെയ്ത് അത് മാറ്റാൻ തയ്യാറാവും. പരസ്പരമുള്ള ഉമ്മയും ഉപ്പയും പരസ്പരമുള്ള വഴക്കുകൾ നിർത്തണം ഈ കുട്ടികളെ നേരാക്കാൻ വേണ്ടി. ഉമ്മയും ഉപ്പയും പരസ്പരം സ്നേഹത്തോടെയും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ പാകപ്പിഴവുകൾ എന്നുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടും വിട്ടുവീഴ്ച ചെയ്തിട്ടും സന്താനങ്ങളെ മുന്നിൽ അടിപിടി കൂടാതെയും ഇവർ മുന്നോട്ട് പോകണം. ഇവരിൽ നിന്നുള്ള സത്യ സ്വഭാവമായിരിക്കും കുട്ടിക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇടപാടുകൾ, മറ്റുള്ള ആളുകളുമായിട്ടുള്ള വിഷ് ചെയ്യല്, മറ്റുള്ള ആളുകളെ സ്വീകരിക്കല്, സൽക്കരിക്കല്, മറ്റുള്ള ആളുകളോടുള്ള പെരുമാറ്റം, പണത്തിന്റെ ഇടപാടുകൾ എങ്ങനെ നടത്തും, ഇതെല്ലാം ചെറുപ്പം മുതലേ കുട്ടി അതിങ്ങനെ എന്തായിട്ടുണ്ടാവും, അത് നോട്ടം കൊണ്ടും കേൾവി കൊണ്ടും അവൻ അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവൻ അതിനെ കൈപ്പറ്റിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ നല്ല രീതിയിലാണ് ഈ കുട്ടി അങ്ങനെ വളരുള്ളൂ. അതുപോലെ തന്നെ ഉമ്മക്കും ഉപ്പക്കും മതം പഠിക്കാൻ, മറ്റുള്ള വിജ്ഞാനങ്ങൾ പഠിക്കാനുള്ള താല്പര്യം കാണുന്നു, അതിൽ മുഴുകുന്നത് കാണുന്നു. അവരും മറ്റു ക്ലാസ്സുകളിൽ പോയിട്ട് ഉസ്താദുമാരുടെ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യണ്, ദിക്റിന്റെ ഹൽക്കകളിൽ അറ്റൻഡ് ചെയ്യണ്. അതുപോലെ മറ്റുള്ള പല കാര്യങ്ങളും പഠിക്കാൻ അവര് പല വിധത്തിലും പരിശ്രമിക്കുന്നു എന്ന് കുട്ടി കാണുമ്പോൾ കുട്ടിയും അതുപോലെ വളരും.
ജിജ്ഞാസയുള്ള ആളായിട്ട് കുട്ടി വളരും. അപ്പൊ ഈ ഉമ്മയിലും ഉപ്പയിലുമുള്ള നല്ല ഗുണങ്ങളാണ് കുട്ടിയിലേക്ക് വരിക. ചീത്ത ഗുണങ്ങളുണ്ടെങ്കിൽ അതും കുട്ടിയിലേക്ക് വരും. അപ്പം ഉമ്മയും ഉപ്പയും നല്ല സംസ്കാരമുള്ള സൽസ്വഭാവികളായി, വിനയമുള്ളവരായി, അഹങ്കാരികളാവാതെ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരായി, ജനങ്ങളോട് നല്ല എണ്ണത്തിൽ പെരുമാറുന്നവരായി മാറി, സത്യം മാത്രം പറയുന്നവരായി മാറി, പ്രദൂഷണമൊക്കെ ഒഴിവാകുന്നവരായി മാറി, അള്ളാഹുവിന്റെ ഇബാദത്തിൽ വളരെ കൃത്യനിഷ്ഠത പുലർത്തുന്നവരായി മാറിക്കഴിഞ്ഞാൽ അത് കണ്ട് വളർന്ന കുട്ടിക്ക് പിന്നെ ചെറിയൊരു മോട്ടിവേഷൻ മതി, ചെറിയൊരു ഗൈഡ് മതി, ഒരു സഹായിയെ കിട്ടുക മതി. അധ്യാപകൻ സഹായിയാണ്, ഗൈഡാണ്, മദ്രസ അധ്യാപകൻ ഗൈഡാണ്, മോട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാർ ഗൈഡാണ്. അതൊക്കെ പിന്നെ ഉയർച്ചയിലേക്ക് നയിക്കും. അല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാരണം നേരെ. അപ്പൊ ആദ്യം ഉമ്മയും ഉപ്പയുമാണ് ശരിയാവുന്നത്. എപ്രകാരം എന്ന് പറഞ്ഞാൽ ഉമ്മയും ഉപ്പയും എങ്ങനെ ശരിയാവണോ ആദ്യമേ ശരിയാവുന്ന ആളായിരിക്കണം. എന്നാലാ പെട്ടെന്നുണ്ട് ഉമ്മ കൺവേർട്ട് ആവാൻ പറ്റൂല. അതുകൊണ്ട് ഭാവി തലമുറ ശരിയാവണമെങ്കിൽ പ്രായപൂർത്തിയാവുന്നതോടുകൂടി തന്നെ ഈ കുട്ടി ഇവര് നേരായി തുടങ്ങണം. കല്യാണം കഴിയാൻ കാത്തിക്കരുത്. ഇനിയിപ്പോ ഏതായാലും ആയി, അതുവരെ നേരായില്ല, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. എന്നാൽ ഇനിയെങ്കിലും ആ ഉമ്മയും ഉപ്പയും എന്ത് ചെയ്യണം? നേരാവാൻ പരിശ്രമിക്കണം. അവർ സ്വന്തം നന്നാവാൻ പരിശ്രമിക്കണം, സൽസ്വഭാവികളാവാൻ പരിശ്രമിക്കണം. അതേ നിവൃത്തിയുള്ളൂ. ശരിക്കും വേണ്ട ആദ്യം മുതലേ വേണ്ടതാണ്. അങ്ങനെയാണ് അതിന് അദ്ദേഹം മുനവ്വർ ജമ മഹാനവറുകള് മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ മാതാപിതാക്കളെ ചരിത്രം പറഞ്ഞു. അതുപോലെയുള്ള പല നല്ല തിഖ്വയുള്ള മഹാന്മാരുടെ ചരിത്രം മുമ്പിൽ ചില ആളുകൾ ഇതൊക്കെ പറയുന്നത്. അവരുടെ ഉമ്മയും ഉപ്പയുടെ ഗുണം അവരുടെ മക്കളിൽ ഉണ്ടായി. മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ഉമ്മയിലും ഉപ്പയിലുള്ള ഗുണം മൊഹീദ്ദീൻ ശൈഖിൽ ഉണ്ടായി. ബഗ്ദാദിലേക്ക് പഠിക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഉമ്മ പറഞ്ഞൊരു വാക്കാണ്, മോനെ ഒരിക്കലും കളവ് പറയരുത്. 40 പൊന്ന് കോട്ടിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഉമ്മ തുന്നി പിടിപ്പിച്ചിരുന്നു, ആരും അറിയില്ല. വഴിയിൽ വെച്ചിട്ട് കൊള്ളക്കാര് പിടിച്ചു, ആളുകള് കവർച്ച ചെയ്തു, എല്ലാവരും പരിശോധിച്ചു, ആ ഓരോന്ന് കണ്ടെടുത്തു, കൊലപാതകം ചെയ്തു, അതായത് കൊന്നു കളഞ്ഞു. അവരൊക്കെ ലൂട്ടി, അവരൊക്കെ കൊള്ളയടിച്ചു. അങ്ങനെ മൊഹീദ്ദീൻ ശൈഖിനെയും പരിശോധിച്ചപ്പോൾ അവർക്ക് ഇത് കിട്ടിയില്ല. ആ വിധത്തിലാണ് ഉമ്മ പിടിപ്പിച്ചിട്ടുള്ളത്. സാധനമൊന്നും കിട്ടിയില്ല. അപ്പൊ ആ മൊഹീദ്ദീൻ ശൈഖിന്റെ അടുത്ത് ഒന്നും ഇല്ലാന്ന് മനസ്സിലായി. അന്ന് പഠിക്കാൻ പോകുന്ന ബാലന ബഗ്ദാദിലേക്ക് പഠിക്കാൻ പോവുകയാണ് മഹാനവറുകൾ. ഒന്നും കിട്ടിയില്ല. അപ്പൊ കുട്ടിയോട് ചോദിക്കൂ, എല്ലാവരോടും ചോദിച്ചു പോലെ കുട്ടിയോട് ചോദിച്ചു, നിന്റെ അടുക്കൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, എന്റെ അടുക്ക് 40 പൊന്നുണ്ട്. ഇവർക്ക് സംശയമായി, കളവ് പറയാ, അങ്ങനെ പരിശോധിച്ച് കിട്ടിയില്ലല്ലോ. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും പറയോ? കാരണം പ്രത്യേകിച്ച് പരിശോധിച്ച് കിട്ടിയില്ല, പിന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ മതിയോ? ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ അവര് പറഞ്ഞു, നമ്മളെ ബോസിന്റെ അടുത്തേക്ക്, നമ്മളെ കൊള്ള തലവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി കൊള്ളത്തലവന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കൊള്ളത്തലവൻ ചോദിച്ചു, മോനെ ഇവര് പറയുന്ന സത്യമാണ്, നിന്റെ അടുക്കലുണ്ടോ? പറഞ്ഞു, സത്യമാണ്, വേണേ പരിശോധിച്ച് നോക്കി. എന്റെ മുകളിൽ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. പരിശോധിച്ച് നോക്കുമ്പോൾ 40 കുഞ്ഞു. എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത്? ഇവിടെ സാധനം കിട്ടിയ ആൾക്കാരെ കൊന്നു കളയുമ്പോൾ ഞങ്ങൾ എടുക്കും, എന്നിട്ടും ജീവൻ അപായപ്പെടുത്തിക്കൊണ്ട് നീ ഇത് പറയാൻ കാരണം എന്താ? അപ്പൊ മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു പറഞ്ഞു, എന്താ പറഞ്ഞു? എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, മോനെ ഒരിക്കലും കളവ് പറയാൻ പാടില്ല. എന്റെ ഉമ്മയോട് ചെയ്ത ശബ്ദമാണ്, അതുകൊണ്ട് കളവ് പറയുന്നത് സത്യമാണ്. ഇത് കണ്ടിട്ട് അവരുടെ മനസ്സിനെ അല്ലാഹു തആല മാനസാന്തരപ്പെടുത്തി. ആ കൊള്ളത്തലവൻ അവരെല്ലാവരും മൊഹീദ്ദീൻ ശൈഖിന്റെ കൈക്ക്, ആ കുട്ടിയുടെ കൈക്ക് തൗബ എന്ന് പറയുന്നു, ചരിത്രം പറയും. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പാരന്റിങ് ആദ്യം നമ്മള് സ്വന്തം മാതാപിതാക്കൾ ഇതിൽ നേരെ ആവണം. നമ്മളെ സ്വഭാവം തല കുത്തനാണെങ്കിൽ കുട്ടികളെ കുറെ നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, കുട്ടികളോട് കുറെ കർക്കശമായി പെരുമാറിയാൽ, കുറെ ചീത്ത പറഞ്ഞാൽ, ഗൗരവപ്പെട്ടാൽ, ചെയ്യരുത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ കുറെ അടിച്ച കുട്ടികൾ നേരാവും. അങ്ങനെയല്ല, കുട്ടികൾ നമ്മളെ നോക്കിയിട്ടാണ് നേരെ. മനസ്സിലാവും. തലോടേണ്ട അടുത്ത് തലോടണം. നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത്, അതിന്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരതിൽ നിന്ന് മാറ്റാണ് വേണം. ഏതായാലും ഞാൻ നിർത്തുകയാണ്. പറഞ്ഞ കാര്യം പറയണമെന്നാണ് ഉദ്ദേശമുള്ളൂ. അതായത് എനിക്ക് ആ ക്ലാസ് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി എന്ന് മാത്രമല്ല, ഇത് എനിക്ക് പറ്റുന്ന മേഖലയിൽ ആളുകൾക്ക് എത്തിക്കാൻ പറ്റെങ്കിലോ, അത് ഉറുദുലാണല്ലോ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉണ്ടായത്, മോട്ടിവേഷൻ സെഷൻ ഉണ്ടായത്. അതുകൊണ്ട് അതൊന്ന് മലയാളത്തിൽ പറഞ്ഞ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഇത് വളരെ ശ്രദ്ധിക്കുക.
നല്ല ലക്ഷ്യബോധം ഉണ്ടാക്കുക, നല്ല സ്ഥാപനം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ഉള്ള സ്ഥാപനത്തിൽ നല്ല രീതിയിൽ പെരുമാറാൻ നോക്കുക. അതുപോലെ തന്നെ നല്ല കൂട്ടുകാരെ കണ്ടെത്തുക. ചീത്ത സ്വഭാവമുള്ളവർ ആ ചീത്ത സ്വഭാവം മാറ്റണം. നമ്മൾ ആ ഒരു ചീത്ത കുട്ടി ആവരുത്. മറ്റുള്ളവർ അകന്നു പോകുന്ന ഒരു ചീത്ത കുട്ടി ഞാനാവരുത് എന്ന് ഓരോ വിദ്യാർത്ഥിയും ഓരോ കുട്ടികളും മനസ്സിലാക്കി നമ്മളെ ചീത്ത സ്വഭാവങ്ങൾ മാറ്റി സൽസ്വഭാവികളാക്കി ഒരിക്കലും അന്യരെ വിഷമിപ്പിക്കരുത്. റാഗിങ്ങിന്റെ പേരിലായാലും നമ്മൾ സീനിയറാണ്, അവർ ജൂനിയറാണ്, അതിന്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുക, വിഷമിപ്പിക്കുക, പരിഹസിക്കുക, ഉപദ്രവിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ കുട്ടികളുടെ ആക്രമിക്കപ്പെടുന്ന വിഷമം സഹിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ നിന്നുള്ള ആ ഒരു ദ്വാ ഉണ്ടല്ലോ, അത് പെട്ടെന്നുള്ള കബൂല് ചെയ്യും. അത് ശാപം എന്ന് നമ്മുടെ ഭാഷയിൽ പറയും. അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങൾ ജോലിയിൽ ഇന്റർവ്യൂയുടെ ടൈമിൽ അത് ഒരു ബുദ്ധിമുട്ട ശിക്ഷയായിട്ട് വരും. അതുകൊണ്ട് ആരെയും പ്രയാസപ്പെടുത്താൻ നിൽക്കണ്ട. ആരെയും നമ്മുടെ നാവാലോ വാക്കാലോ പ്രവൃത്തിയാലോ എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ പൊരുത്തപ്പെടിപ്പിക്കുക. നല്ല സ്വഭാവത്തിൽ വെക്കുവരെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ പ്രയത്നിക്കുകയും ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ പ്രയത്നിക്കാൻ പറ്റുന്ന ഒരു ടീനാണ് അല്ലെങ്കിൽ യൂത്താണ്. അപ്പൊ നിങ്ങൾക്ക് അതിന് സാധിക്കും. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള പരിശ്രമത്തിലായിട്ട് മുഴുകുക. അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുക. മാതാപിതാക്കളും സ്വയത്തെ തിരുത്തുകയും ഈഗോ പാടില്ല. ഞാനിപ്പം വെച്ചാണ് തിരുത്തുക, മക്കൾ എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഒരു ഈഗോ വേണ്ട. നിങ്ങൾ നേരെയായാൽ മക്കളൊക്കെ സന്തോഷിക്കുകയുള്ളൂ. നമ്മുടെ സ്വഭാവം നന്നാക്കുകയും നമ്മുടെ ശൈലി ഒന്ന് മാറ്റുകയും സ്നേഹത്തോടുകൂടി കാരുണ്യത്തോടും കൂടി കുട്ടികളോട് പെരുമാറുകയും അവർ നല്ല നിലക്ക് ഉപദേശിച്ച് നേരാക്കാൻ പരിശ്രമിക്കുകയും നമ്മൾ സ്വയം മാറുകയും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് തന്നെ മാറ്റം വരും. അതിൽ ഈഗോ വെക്കേണ്ട കാര്യമില്ല. ആരെന്ത് പറഞ്ഞാലും അവരവരെ പാട്ടിന് പൊക്കോട്ടെ. ഒന്നുമില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ടവരാണ്, അള്ളാന്റെ അടുക്കൽ പോകേണ്ടവരാണ്. അവിടെയെങ്കിലും എനിക്ക് വിജയം കിട്ടണമെന്നുള്ള നിലയ്ക്ക് ഈഗോ മാറ്റി ആളുകളെ പരിഹാസമോ മറ്റോ നന്നാവുന്ന വിഷയത്തിൽ ആളുകൾ പരിഹസിക്കുന്നുണ്ടെങ്കിൽ പരിഹാസമൊക്കെ മാറ്റിവെച്ച് നമ്മൾ അള്ളാനെ മാത്രം കണ്ടുകൊണ്ട് മുത്തുനബിയെ കണ്ടുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാക്കാൻ നോക്കുക. അള്ള തൗഫീഖ് നൽകട്ടെ. എനിക്കും നിങ്ങൾക്കും നമ്മളേവരുടെയും കുടുംബാംഗങ്ങൾക്കും അള്ള തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മശൈഖന്മാർ, ഉസ്താദുമാർ, മാതാപിതാക്കന്മാർ എല്ലാവരുടെയും ദറജാത്തുകൾ അല്ലാഹു തആല നാൾ ഉയർത്തട്ടെ. അവർക്കും നമ്മൾക്കും കുടുംബാദികൾക്കും ആരോഗ്യത്തുള്ള ദീർഘായുസും ബറക്കത്തും സംരക്ഷണവും ഇജ്ജത്തും നൽകി അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. മുസ്ലിം ഉമ്മത്തിന് മൊത്തം അല്ലാഹു തആല ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ലാഹു തആല അവരെ വഴികേടിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അവർക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ബിജായി സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.